ഹായ് ഹലോ. ഇത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാനു ഞാനും കൂടെ, ബാനു എന്ന് പറഞ്ഞാൽ നമ്മുടെ മീര കേട്ടോ, മീര ഞാനും കൂടെ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ എടുത്തോണ്ടിരിക്കുന്ന ഒരു ഗംഭീരമായ ദൃശ്യമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞങ്ങൾ രണ്ടുപേരും മറ്റേ ടൈം തന്നെ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവിടെ ഭാവനയുടെ വീട്ടില് പൂജ നടക്കുന്നുണ്ട്, മംഗല്യ പൂജ, പിന്നെന്തെന്നാ ഐശ്വര്യ പൂജ, ഇങ്ങനെ 2 പൂജ നടക്കുന്നുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഒരുങ്ങി നിൽക്കുകയാണ്. അതോടൊപ്പം തന്നെ എല്ലാവരെയും യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം മീരയുടെ യൂട്യൂബ് ചാനലിലേക്കും സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും ഞങ്ങളുടെ വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്ന് ഞങ്ങള് വന്നിരിക്കുന്ന എന്തിനാ ചേച്ചി? ഞങ്ങള് സ്വന്തമായിട്ട് എന്താ ചേച്ചി ചലഞ്ച് ഏറ്റെടുത്ത് വരികയാണ്. ഒരു ചലഞ്ച് പോലെ ഞങ്ങൾ ഉണ്ടാക്കിയൊരു കണ്ടന്റ് ആണ് കേട്ടോ. അതെ, ഇത് ചലഞ്ച് ഞങ്ങൾ തന്നെ പറഞ്ഞ് അത് ക്രിയേറ്റ് ചെയ്യാണ്. അതെ, അത് പ്രത്യേകിച്ച് ചലഞ്ചൊന്നും ഇല്ല, ഞങ്ങളായിട്ട് കണ്ടെത്തി കുറച്ച് ചലഞ്ചുകളാണ്. താഴെ ഭയങ്കര ഗംഭീരമായ പൂജയാണ് നടക്കാൻ പോകുന്നത്. അപ്പൊ ഇന്ന് കൂടുതൽ കാര്യങ്ങൾ ക്യാപ്ചർ ചെയ്യുന്നത് ആരാണ് കൂടുതൽ ഇവളോ, അതാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. അപ്പൊ എന്റെ ചാനലിലും കാണണം, ചേച്ചിയുടെ ചാനലിലും കാണും. അപ്പൊ കണ്ടിട്ട് ആരാണ് കൂടുതൽ വിശേഷങ്ങൾ ക്യാപ്ചർ ചെയ്തതെന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക. ആരാണ് നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. അതെ അല്ലേ? താങ്ക് യു. തുടങ്ങാൻ വലിച്ചു എന്റെ പിന്നെ ഹലോ ഗായ്സ്, വെൽക്കം ടു മീരാസ് യൂട്യൂബ് ചാനൽ. അതെ, പറഞ്ഞോട്ടെ അങ്ങോട്ട്. എന്ത് പറയാനുള്ളത് നിനക്ക് എന്നെ കുറിച്ച്? ഭാവന, എന്നെ കുറിച്ച് എന്താണ് നിനക്ക് പറയാനുള്ളത്? പ്രത്യേകിച്ച് അഭിപ്രായമൊന്നും ഞാനും മൊണ്ണ, നീ ഒരു മൊണ്ണ. ഇവിടെ ഈ സെറ്റിൽ ഏറ്റവും കൂറായ വ്യക്തിയാണ്. ഇങ്ങനൊന്നും പറയാൻ പാടില്ല, എല്ലാരും കാണുന്നതാണ്. ഓക്കെ, ബൈ. എനിക്ക് കുറെ കാര്യങ്ങൾ ഷൂട്ട് ചെയ്യാനുണ്ട്. ബൈ. ഞാൻ വളരെ സന്തോഷവനാണ്. അതായത് സൂര്യൻ അസ്തമിക്കുന്നതിന് മുന്നേ ഞാൻ ലോകം കണ്ട വലിയ മൊണ്ണയെ കണ്ടെത്തി. ഇതാണ് എന്റെ ഔട്ട്ഫിറ്റ് വരുന്നത്. അപ്പോൾ ഗൈസ്, പൂജയ്ക്ക് വേണ്ട ഒരുക്കങ്ങളെല്ലാം സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ എല്ലാവരും ഇരിപ്പുണ്ട്. രേഖ ചേച്ചി ഇതായിരിക്കുന്നു, അതുപോലെ തന്നെ സ്റ്റെഫി ചേച്ചി ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ അതുപോലെ നമ്മുടെ വീടിനുള്ളിലും വെളിയിലും എല്ലാം സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്, ഡെക്കറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എല്ലാവർക്കും എടുക്കാൻ പോകുന്ന സീനിൻ്റെ സ്ക്രിപ്റ്റ് വായിച്ചു കൊടുക്കുകയാണ്. രാമകഥാഗാനലയം മംഗളമെന്നരുവി പകരുക സാഗരമേ സുതിലയ സാഗരമേ. நல்ல ஸ்டைல்ல சொல்லணும்னா இட்ஸ் ஜஸ்ட் a beginning. സാരി സ സരി സ സരി സ സാരി സരി നി നി മദനി സരി ഗരി 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 ഗാഗരി ഗാഗരി സരിഗമ പാദ പപദ പപദ പാദ സാസദാദ സാസദാദ മദനി സ സാരി സ സരി സ സരി സ സാരി സ ഗാഗരി ഗാഗരി മദനി ഇന്ദ്രനരസുകൾ വീട്ടി രഘുപതി രാമജയം. പാടി നിങ്ങൾ തെറ്റിച്ച ഇന്ദ്രധനുസ്സുകൾ നീട്ടി ദേവകളാദിനാമ ഗംഗയാടി രഘുപതി രാമജയം രഘുരാമജയം ജന്മപദം പ്രണവം സരയുവി മന്ത്രമൃദംഗ തരംഗ സുഖം ശരവേഗം ജീവതാളമേകി മാധുരിയ ജലഗന്ധ സൂനദീപകലയ മന്ത്രയന്ത്ര തന്ത്ര ഭരിതമുണരൂ സാമഗാനഗരിയോടിയലയൂ രാമ ശ്രീരാമ രാമ. എനിക്ക് ഇവനെ ഒറ്റയ്ക്ക് ഗൈസ്, ഇപ്പോൾ ഒരു ചെറിയ ഷോട്ടൊക്കെ എടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. എന്നിട്ട് നമ്മൾ മറ്റേ
മറ്റേ അതിൻ്റെ വരുന്ന ഹോമകുണ്ടം ഇല്ലേ, അതിൻ്റെ ആണെങ്കിൽ ക്ലോസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുവരെ നമ്മൾ അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ ക്ലോസ് ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ട് അടുത്ത സീൻ്റെ ബാക്കി നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അതുവരെ ഞാനാണെങ്കിൽ ദേവി ചേച്ചിയോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ചേച്ചിയാണെങ്കിൽ എല്ലാ ഷെഡ്യൂളും വെറൈറ്റി സാരി ആണെങ്കിലും മാലയാണെങ്കിലും വളയാണെങ്കിലും കമ്മലാണെങ്കിലും എല്ലാം വെറൈറ്റി, ഒറ്റ സാധനം തന്നെ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, എവിടുന്ന് ചേച്ചി ഇതൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരുന്നത്? ഓരോ മാലയ്ക്ക് ഓരോ സാരിക്ക് പറ്റിയ മാലകൾ, അതാണെങ്കിൽ ചേച്ചി അപ്പോൾ എനിക്ക് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഇട്ടേക്കുന്ന മാലയ്ക്കാണെങ്കിൽ ആ മാലയുടെ ചെയിനിൽ പല കളേഴ്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ എല്ലാത്തിൻ്റെയും ഈ ലോക്കറ്റ് ഇട്ടാൽ മതി, അപ്പോൾ വെറൈറ്റി ആയിട്ട് തോന്നും എന്നൊക്കെ. അപ്പോൾ ചേച്ചിയെ കണ്ടിട്ടാണ് നമ്മൾ കുറേ വെറൈറ്റീസ് പഠിച്ചത്. അങ്ങനെയാണെങ്കിൽ ഷൂട്ടിൻ്റെ ഇടയ്ക്ക് ബ്രേക്ക് കിട്ടിയ സമയത്ത് ഞാൻ കുറച്ച് റീൽ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ച് പട്ടി ഷോ കാണിക്കാനെ കൊണ്ട് പടിയെ കൂടെ ഒക്കെ കയറി സ്ലോ മോഷനൊക്കെ ഇട്ടിട്ട് മറ്റേ ഡാൻസൊക്കെ ചെയ്ത് എടുക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ ഒത്തില്ല ഗൈസ്, മൊത്തം നാശമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കണ്ടോ, വെറുതെ കറങ്ങിക്കൊണ്ടിരിക്കുക, എന്തെങ്കിലും കൊള്ളാവോ അതുമില്ല, വെറുതെ എന്തൊക്കെയോ ചെയ്യുന്ന പോലെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഇതൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക്